നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞു നിന്റെ കറക്കൊക്കെ? ഞാൻ കറങ്ങാൻ പോയതൊന്നുമല്ല. പിന്നെ എവിടെ പോയതാ? എന്റെ ഒരു ബന്ധു വന്നിരുന്നു, അദ്ദേഹത്തെ കാണാൻ പോയതാ. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം, നിനക്ക് തോന്നും ഇറങ്ങി പോവാനും കയറി വരാനൊക്കെ ഇത് സത്രമൊന്നുമല്ല. ഇതൊരു വീടാണ്. ഇവിടെ താമസിക്കുന്നവര് ഈ വീട്ടിലെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ശ്രദ്ധിക്ക, മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്താടി നിന്റെ വാല് നാക്കില്ലേ? ഉണ്ട്. പിന്നെ എന്താ നിനക്ക് മറുപടി പറഞ്ഞാല്? ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയണം. ആംഗ്യ ഭാഷ എന്റെ അടുത്ത് വേണ്ട. നിനക്ക് മനസ്സിലായോ? ആരാ നിന്നെ കാണാമെന്ന ബന്ധു? പറഞ്ഞ സിദ്ധുവേട്ടന് അറിയില്ല. സിദ്ധു ഏട്ടനോ? എന്നു മുതലാടി ഞാൻ നിന്റെ ഏട്ടനായത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുൻപെന്നെ വിളിച്ചോണ്ടിരുന്നത്. ബന്ധുവാണെങ്കിലും കൊള്ളാം, സ്വന്തം ആണെങ്കിലും കൊള്ളാം, അവരെയൊന്നും ഈ വീടിനകത്തേക്ക് കയറ്റി പോരുത്. എനിക്കത് ഇഷ്ടമല്ല. ശരി, അതും ശ്രദ്ധിക്കാം. ഉള്ളിൽ നീ എന്താ പറയുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്നും പറയുന്നില്ല. അത് നീ നിന്റെ മരിച്ചുപോയ അച്ഛനില്ലേ, നടേശൻ സാറ്, അങ്ങനോട് പോയി പറഞ്ഞാൽ മതി. നീ ഈ കാണിക്കുന്നത് മുഴുവൻ വെറും അഭിനയമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തിനാണെന്ന് മാത്രമേ ഇനി എനിക്ക് അറിയേണ്ടതുള്ളൂ. എന്തിനായാലും അതൊന്നും നടക്കാനും പോകുന്നില്ല. വെറുതെ എന്നെ സംശയിക്കണ്ട, എന്റെ മനസ്സിലൊന്നുമില്ല. സിറ്റിയിലെ പ്രമുഖനായ ഒരു ക്രിമിനൽ ലോയറോടെ നീ സംസാരിക്കുന്നത് നീ ഓർക്കണം. നിന്റെ അടവൊന്നും എന്റെ അടുത്ത് ചെലവാവത്തില്ല മോളെ. ഒരുങ്ങിക്കോ നീ എന്നേക്കുമായി പിരിയാനായിട്ട്. അതിനുള്ള ഗ്രൗണ്ടുകള് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുവരെ ഉള്ളൂ നിന്റെ ഈ അകവും പുറവും കളി. അകത്തൊരാള്, പുറത്ത് വേറൊരാള്. കേട്ടല്ലോ? കേട്ടോന്ന്? കേട്ടു. ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ട്. ആർക്കാ? ആരാ? ദേവിക. ദേവികയ്ക്കാണോ? ദേവിക ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുക. എന്നാ പിന്നെ പോസ്റ്റ് ഓഫീസിൽ ഒന്ന് വാങ്ങാൻ പറയണം. രാവിലെ 9:30 വരെ ഞാനിവിടെ ഉണ്ടാവും. ഇത് ദേവികയുടെ അമ്മയാ, അമ്മയ്ക്ക് കൊടുത്താലും മതി. അങ്ങനെ കൊടുക്കാൻ പാടില്ല. രജിസ്റ്റേർഡ് പോസ്റ്റാണേ. പോരാത്തതിന് സർക്കാരിൽ നിന്നുള്ള കടലാസാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എന്റെ ജോലി അത് ബാധിക്കും. എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ധൈര്യമായിട്ട് കൊടുക്ക്, ഒരു കുഴപ്പമില്ല. ദേ ഞാനല്ലേ പറയുന്നത്. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. ഇല്ലെന്നേ. വേണമെങ്കിൽ നാളെ തന്നെ ദേവികയുടെ കയ്യിൽ നിന്ന് ബാക്ക് ഡേറ്റിൽ ഒരു ഓതറൈസേഷൻ ലെറ്റർ വാങ്ങിത്തരാം. അപ്പൊ പിന്നെ പേടിക്കാമല്ലോ. എങ്കിൽ പേടിക്കാനില്ല. ഇവിടെ ഒപ്പിടും. ഓതറൈസേഷൻ ലെറ്റർ നാളെ തന്നെ എത്തിക്കണേ. നാളെ തന്നെ എത്തിക്കും, ധൈര്യമായിട്ട് പോകും. ശരി. അമ്മേ, എവിടുന്ന അമ്മേ കത്ത്? അറിയില്ല. പൊട്ടിച്ച് വായിക്കാമേ, എന്താണെന്നറിയാമല്ലോ. വായിക്കണോ? ദേവികയ്ക്ക് വന്നതല്ലേ. ഇപ്പോഴാണെങ്കിൽ അവളുടെ നാക്കിനൊരു ലൈസൻസും ഇല്ലാത്ത സമയം. വെറുതെ എന്തിനാ ഒരു വഴക്ക്? അമ്മ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ആ ലെറ്റർ ഇങ്ങ് താ അമ്മേ. അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പൊട്ടിക്കാം.
അങ്ങോട്ട് കൊടുക്ക് പാർവതി, എന്താന്നറിയാലോ. അങ്ങോട്ട് കൊടുക്കുന്നേ. വായി. എന്താ എന്താ കാര്യം? എന്താ പാർവതി? ജോലിക്കുള്ള ഉത്തരവാ. സുധി സാറിന്റെ ജോലിയെ ദേവിക്ക് കിട്ടി. അയ്യോ, ആശ്രിത നിയമനം, ഡൈയിങ് ഇൻ ഹാർനസ്. ഈശ്വര, അതെങ്ങനെ സംഭവിച്ചു? ഇത് അനീതിയല്ലേ മുത്തശ്ശി? സുധി സാറിന്റെ ഹൃദയം വിറ്റ് കിട്ടിയ പണം മുഴുവനും ആരാ എടുത്തത്? ദേവിയേട്ടത്തെയല്ലേ. ഈ ജോലി അവർക്ക് കിട്ടാന്ന് വെച്ചാ അതങ്ങനെ ശരിയാവും? ശരിയാണല്ലോ പാർവതി, ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ എന്താ മിണ്ടാ നിൽക്കുന്നേ? ഇനി എന്ത് പറയാനമ്മേ? ഞാനൊരു അമ്മയല്ലേ, ഞാനിതെങ്ങനെ സഹിക്കും? ആ ജോലി കിട്ടേണ്ടത് നിത്യക്കായിരുന്നു. ആ ജോലിയാ അവരിപ്പോ തട്ടിയെടുത്തിരിക്കുന്നത്. ഏത് ജോലി? മോളെ, ദേവിക്ക് ജോലി കിട്ടിയടി. നമ്മുടെ സുതിമോന്റെ ജോലിയാ അവക്ക് കിട്ടിയിരിക്കുന്നേ. ജോലിയുടെ ഓർഡർ വന്നു. ഓ, അതിനാണോ ഇത്ര ബഹളം? ഇതൊരു സീരിയസ് ആയ ഇഷ്യൂ അല്ലേ നിത്യക്കുട്ടി? സുധി സാറിന്റെ സഹോദരിയല്ലേ നീ? നിനക്കല്ലേ അത് കിട്ടേണ്ടിയിരുന്നത്? സുധിയേട്ടന്റെ ഭാര്യ ഉള്ളപ്പോഴോ? നിയമത്തെ കുറിച്ചൊന്നും ശരത്തേണ്ണ അറിയില്ലെന്ന് തോന്നല്ലോ. അത് പിന്നെ അവർക്ക് ഹൃദയം വിറ്റ പൈസ കിട്ടിയില്ലേ? എന്ത് പൈസ കിട്ടിയാലും സർവീസിലിരിക്കുമ്പോ ഒരാൾ മരിച്ച അയാളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ആണ് ജോലിക്ക് അർഹത, അല്ലാതെ സഹോദരിക്കല്ല. പിന്നെ എനിക്കാ ജോലി എന്തായാലും വേണ്ട. അല്ലെങ്കിൽ ഞാനെന്തിനാ ജോലിക്ക് പോകുന്നത്? എനിക്കതിൽ ഒരു താല്പര്യവും ഇല്ല. അല്ലെങ്കിൽ തന്നെ അവരുടെ ജോലി തട്ടിയെടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ചെയ്താ ഏട്ടന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. ശരി, നിത്യമോക്ക് വേണ്ടെങ്കിൽ വേണ്ട. അമ്മയ്ക്ക് അർഹതയുണ്ടല്ലോ. അമ്മയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഇന്നലെ കയറി വന്നൊരു പെണ്ണ്, അതും ഓരോ ദിവസം പോലും സുധിസാറിനോട് ജീവിച്ചില്ലെന്ന് ഓർക്കണം. ആ അവൾക്ക് ഈ ജോലി കിട്ടിയ അതുകൊണ്ട് ഈ കുടുംബത്തിന് എന്താ ഗുണം? നാളെ അവള് വേറൊരു കല്യാണം കഴിച്ച് വേറൊരു ജീവിതം തുടങ്ങും. മകനെ പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയാക്കിയ അമ്മ വയസ്സാം കാലത്ത് ഇവിടെ കിടന്ന് നരയിക്കും.